ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് പോയി, ഇന്തോനേഷ്യയിലേക്ക് പോയി, ന്യൂസിലാൻഡിലേക്കും പോയി. ഈ മൂന്ന് സ്ഥലങ്ങളിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയപ്പോൾ നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലും കോമൺ ആയി കേൾക്കാൻ സാധിച്ചത് ഒരു വാക്ക് മാത്രമാണ്: മോദി കരാറുകളിൽ ഒപ്പിട്ടു, ചൈനയ്ക്ക് ചെക്ക് എന്നുള്ളത്. ഇപ്പോഴത്തെ ന്യൂസിലൻഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോഴും സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 40 വർഷം നീണ്ട കാലയളവിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശനം നടത്തുകയാണ്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ചരിത്രപരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാൻഡിൽ നടന്ന ഉന്നത കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധാരണാപത്രങ്ങളും 8 പ്രധാന പ്രഖ്യാപനങ്ങളും ഉൾപ്പെടെ ആകപ്പാടെ 18 കരാറുകളിൽ ഒപ്പുവെച്ചു എന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. ഈ ചരിത്രപരമായ തീരുമാനങ്ങളെ തുടർന്ന് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രതിരോധമുണ്ട്, സമുദ്ര സുരക്ഷയുണ്ട്, വ്യാപാരം, കൃഷി, വിദ്യാഭ്യാസം, കായികം, സാംസ്കാരികം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കരാറുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ദൃഢനിശ്ചയവും സ്വാധീനവും സന്തുലിതമാക്കാനുള്ള ശക്തമായുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ആഗോള വിദഗ്ധർ ഈ തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തെ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ചരിത്ര സന്ദർശന വേളയിൽ ഒപ്പുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിൽ പ്രതിരോധവും സമുദ്ര സുരക്ഷയും എന്നീ മേഖലകളിലാണ്. ഇപ്പോൾ ഇന്ത്യയുടെയും ന്യൂസിലാൻഡിന്റെയും സൈന്യങ്ങൾ സമുദ്ര സുരക്ഷ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ, സംയുക്ത സൈനികാഭ്യാസങ്ങൾ എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. കൂടാതെ കടൽപാതകളുടെ കൂടുതൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി സമുദ്ര ഭൂപടങ്ങളും ഹൈഡ്രോഗ്രാഫിക് ഡാറ്റയും പരസ്പരം പങ്കിടാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾക്ക് പരസ്പരം ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകാൻ കഴിയുമെന്ന് ഈ പ്രതിരോധ കരാറിന് കീഴിൽ ഒരു പ്രധാന തീരുമാനവും ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലാൻഡും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ മറ്റു ഒരെണ്ണം സ്വാഭാവികമായിട്ടും ഭീകരതയ്ക്കെതിരായ സംയുക്ത മുന്നണിയും ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.